വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് വകുപ്പിനുള്ള അഭിനന്ദനം നേരിട്ട് അറിയിച്ചിരിക്കുകയാണ് ABVP നേതാക്കൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ പോയി കണ്ട് ABVP നേതാക്കൾ ഈ PM ശ്രീയുടെ ഭാഗമായതിൽ അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ്. SFI പ്രതികരിക്കുന്നില്ല, DYFI പ്രതികരിക്കുന്നില്ല, KSU അല്ലെങ്കിൽ AISF നാളെ മുതൽ പ്രതിഷേധ രംഗത്തെന്ന് പറയുമ്പോൾ ABVP ഇതിന് അഭിനന്ദിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ നേരിട്ട് കണ്ട് ABVP നേതാക്കൾ ഈ അഭിനന്ദനം അറിയിക്കുന്നു. അതെ, ABVPയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പറയുന്നുണ്ട് ഇതൊരു അവരുടെ സമര വിജയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ തന്നെ ഇത് നടപ്പാക്കത്തിലുള്ള പ്രതിഷേധം അവർ ഈ കരിങ്കൊടി പ്രതിഷേധമൊക്കെ അന്ന് നിരന്തരം നടത്തുന്നുണ്ടായിരുന്നു ABVP. അതുകൊണ്ട് തന്നെ ഇതൊരു സമര വിജയമാണ് എന്ന് ABVPക്ക് അവകാശപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ അന്ന് ഉന്നയിച്ച ഈ വിഷയം ഈ പദ്ധതിയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട സംഭവത്തിൽ സ്വാഭാവികമായിട്ടും കേരളം അംഗമാകുമ്പോൾ സ്വാഭാവികമായി അവർ തന്നെ പറയും ഇതൊരു അവരുടെ സമര വിജയമാണ് എന്ന് പറയും. അതാണ് ഇപ്പോൾ അവരുടെ ആ പ്രതികരണത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ചേരരുത് എന്ന് അവകാശപ്പെട്ടവരുണ്ട്. പക്ഷെ അവരൊക്കെ കൃത്യമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ SFI ആയാലും ASF പറയുന്നുണ്ട് ഇത് വാർത്ത ശരിയാണെങ്കിൽ ഇത് ആത്മഹത്യാപരമാണ് ഈ തീരുമാനം എന്നുള്ളത് ASF പറയുന്നുണ്ട്. പക്ഷേ SFI അന്ന് ഉറച്ച നിലപാടെടുത്തതാണ്, ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ഉറച്ച നിലപാടെടുത്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണമാണ് ഇനി എന്താകുമെന്ന് അറിയേണ്ടത്. എന്തായാലും PM ശ്രീ പദ്ധതിയുടെ ഭാഗമാവുകയാണ് കേരളം കൂടി. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളും അതോടൊപ്പം തന്നെ തമിഴ്നാടും മാത്രം, ഈ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. കേരളം ഇന്ന് അപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ, രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത്രയും കാലം 3 വർഷക്കാലം NEP നടപ്പാക്കില്ല, അതിൻ്റെ ഭാഗമായി വരുന്ന PM ശ്രീ നടപ്പാക്കില്ല, സംഘപരിവാറിൻ്റെ പാഠ്യപദ്ധതി ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കില്ല, ഞങ്ങളുടെ ആ കരിക്കുലം ഞങ്ങളുടെ കുട്ടികളിലേക്ക് പഠിപ്പിക്കാൻ എത്തിക്കില്ല എന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് ABVP നേതാക്കൾ, ഈശ്വരപ്രസാദ് അടക്കമുള്ള ABVPയുടെ നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ നേരിട്ട് പോയി കണ്ട് അഭിനന്ദനം അറിയിക്കുകയാണ്. ABVP മാത്രമാണ് ഈ പദ്ധതിക്ക് വേണ്ടി കേരളത്തിൽ ബാറ്റ് ചെയ്തിരുന്നത്. ആ ABVPയുടെ സമര വിജയമെന്ന് പറയുകയാണ്. നോക്കൂ, CPMന്റെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് ആ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഓരോ വിഷയങ്ങളില്ല വിദ്യാഭ്യാസം ഈ ഒരു അധ്യയന വർഷം കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതൊരു മാറ്റം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ വിദ്യാഭ്യാസം മാത്രമല്ല മൊത്തം ഓരോ വിഷയങ്ങളില്ല വിദ്യാഭ്യാസം ഈ ഒരു അധ്യയന വർഷം കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതൊരു മാറ്റം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ വിദ്യാഭ്യാസം